നമ്മുടെ ബാലുവിനും അമ്പൂനും ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാനുള്ള പോക്കാണ് കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണിത്. സർപ്രൈസ് ഞങ്ങൾക്ക് കുഞ്ഞ് സർപ്രൈസ് ആണെങ്കിലും അവർക്കത് വലിയ സർപ്രൈസ് ആയിരിക്കും കേട്ടോ. അപ്പം സർപ്രൈസ് എന്താണെന്ന് ചേട്ടായി പറയും. സൈക്കിളാണ് സർപ്രൈസ്. അവരെ രണ്ടുപേരെ നൈസിന് ഞങ്ങൾ ഒഴിവാക്കി. ഒരാളെ ഞങ്ങൾ ഉറക്കി, ഒരാൾ ടൂർ പോയേക്കുന്നു. അപ്പം നാളെ വരും ടൂർ പോയിട്ടുണ്ട്. അപ്പം വരുന്നതിന് മുമ്പ് സാധനം വാങ്ങിച്ച് എവിടെയെങ്കിലും പാത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് അവർ വരുമ്പം കൊണ്ടുപോയി സർപ്രൈസ് കാണിക്കാൻ എന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ്. അപ്പം നമുക്ക് ഷോപ്പിലോട്ട് പോകാം അല്ലേ? നമ്മൾ പത്തനാപുരത്തുള്ള റെയിൻബോ സൈക്കിൾസിലാണ് സൈക്കിൾ നോക്കാനായിട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ടോട്ടലി കൺഫ്യൂഷൻ ആയി പോകട്ടോ. കാരണം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഹൈറ്റ് കിട്ടുമോ എന്നുള്ള ഒറ്റ കൺഫ്യൂഷൻ എനിക്കുള്ളായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരുപാട് സൈക്കിൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട 2 എണ്ണം നമ്മൾ സെലക്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പം അവർമാർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ട്. ഈ 2 സൈക്കിളാണ് കേട്ടോ നമ്മൾ എടുത്തത്. ആ കടയിലെ ചേട്ടൻ തന്നെ നമുക്ക് വണ്ടിയിൽ എടുത്തു വെച്ച് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മളിത് ആ ഒരു പമ്പും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കടയിലോട്ട് ഓടേണ്ടി വരും കേട്ടോ കാറ്റടിക്കാനായിട്ട്. അപ്പം നമ്മൾ 2 പേർക്ക് സൈക്കിളൊക്കെ വാങ്ങി. നമ്മുടെ ബഡ്ജറ്റിനൊത്ത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല 2 സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം സർപ്രൈസ് എങ്ങനെ ഉണ്ടെന്ന്. ഇവരെന്ത് ചെയ്യും അത് കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെ ഒരു എക്സ്പ്രഷനും റിയാക്ഷനും അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും നോക്കാം. എങ്ങനെയുണ്ടാവും? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? പിള്ളേരുടെ കൂടെ സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മമാരും സർപ്രൈസ് ആയി പോയി കേട്ടോ. കാരണം അവർക്കും അറിയത്തില്ലായിരുന്നു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ 2 പേർക്ക് സൈക്കിളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ 2 പേർക്കും കുപ്പിയൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാൻ. വൈകിട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ആ 2 പേരുടെ റോഡിൽ കയറിയിട്ടുണ്ട് സൈക്കിൾ ചവിട്ടാൻ. ബാലു പിന്നെ സൈക്കിൾ ചവിട്ടുന്നതിൽ എക്സ്പെർട്ടാണ്. അമ്പൂൻ്റെ കാര്യത്തിൽ ഞാൻ നന്നായിട്ട് പാടുപെടും കേട്ടോ. കാരണം അവന് ഭയങ്കര പേടിയാണ് സൈക്കിൾ ചവിട്ടാൻ. വീഴുമോ എന്നൊക്കെയുള്ള പേടിയാണ് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.